തെരുവ് നായകളെ ദയാവധം ചെയ്യാമെന്ന സുപ്രീംകോടതി നിർദ്ദേശം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. അപകടകാരികളായ തെരുവ് നായകളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകും. തെരുവ് നായകളെ ദയാവധം നടത്തുന്നതിന് പ്രാഥമിക പ്രോട്ടോകോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനായി തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ പ്രത്യേക സമിതികൾ രൂപീകരിച്ചു. നായ്ക്കളെ കൊല്ലുന്നത് ഈ സമിതിക്ക് തീരുമാനിക്കാം. അതുപോലെ ഷെൽട്ടറുകൾക്ക് സ്ഥലം കണ്ടെത്താൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകും. 2-ൽ കൂടുതൽ നായ്ക്കളുള്ള വീടുകൾ ഷെൽട്ടറായി പരിഗണിക്കും. ഇവയ്ക്ക് പ്രത്യേക സ്മോൾ ഷെൽട്ടർ ലൈസൻസ് നൽകും. തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിനും പ്രത്യേക മാനദണ്ഡങ്ങൾ തയ്യാറാക്കാനാണ് തീരുമാനം. തെരുവു നായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മനുഷ്യ സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് പൊതുസ്ഥലങ്ങളിൽ നിന്ന് നായകളെ മാറ്റണമെന്ന മുൻ ഉത്തരവുകൾ പിൻവലിക്കണമെന്ന ഹർജി കോടതി തള്ളുകയും അപകടകാരികളായവയെ കൊല്ലാൻ അനുമതി നൽകുകയും ചെയ്തു. സംസ്ഥാനത്ത് തെരുവുനായ ശല്യം അതീവ ഗുരുതരമാണെന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ 15,02,737 പേർക്കാണ് തെരുവുനായകളുടെ കടിയേറ്റത്. ഈ കാലയളവിൽ 122 പേർക്ക് പേവിഷബാധയേറ്റ് ജീവൻ നഷ്ടമായി. ഓരോ വർഷവും കടിയേൽക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും എണ്ണം കൂടി വരികയാണെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് TCV.